അച്ഛനമ്മമാരോടൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന 2 കുട്ടികൾക്ക് പാമ്പിന്റെ കടിയേറ്റു. അതിലൊരു കുട്ടി മരണപ്പെട്ടു. ഒരു കുട്ടി വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരത്തിലുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മൾ മലയാളികൾ ഇന്നലെ കേട്ടത്. കുട്ടികൾ ഉറങ്ങിക്കിടന്ന വീടിന്റെ കിടപ്പുമുറി പരിശോധിച്ചപ്പോഴേക്കും ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട ഒരു ചെറിയൊരു പാമ്പിനെ ലഭിച്ചു. ഈ ഒരു സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അതായത് ചൂട് കൂടുതലായത് കാരണം പാമ്പുകൾ മാളങ്ങൾ വിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്നു കൂടിയുണ്ട്, കുഞ്ഞു പാമ്പുകൾ ജനിക്കുന്ന ഒരു സീസൺ കൂടിയാണ്. അതായത് മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ മുതലായ വിഷമുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന പ്രജനന കാലം കൂടിയാണ്. മാളങ്ങൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന മുതിർന്ന പാമ്പുകളുടെ സാന്നിധ്യം, അതുകൂടാതെ ജനിച്ച ഉടനെ കുഞ്ഞു പാമ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഒളിയിടങ്ങൾ, അവയ്ക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ ഒളിയിടങ്ങൾ അന്വേഷിച്ച് കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴേക്കും അത് വീടുകൾക്കുള്ളിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സീസണിൽ നമ്മൾ പാമ്പുകൾ വീടിനുള്ളിലോ വീടിന്റെ പരിസരത്തോ ഒക്കെ എത്തിപ്പെടാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ എത്തിപ്പെട്ട പാമ്പുകൾ വന്നു പെടുകയാണെങ്കിൽ പാമ്പുകൾക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന അത്തരം സാധ്യതയുള്ള സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീടിന് പരിസരത്ത് കാട് പിടിച്ച് കിടക്കാതെയൊക്കെ ശ്രദ്ധിക്കണം. വീടിനുള്ളിലേക്ക് പാമ്പുകൾ എങ്ങനെ എത്തിപ്പെടുന്നു എന്നൊരു സംശയം ഉണ്ടാകാം. തൃശ്ശൂരിലെ കോടാലിയിൽ കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ വീടെന്ന് പറഞ്ഞാൽ 2 വർഷത്തോളം മാത്രം പഴക്കമുള്ള ഒരു ആധുനിക രീതിയിലുള്ള ഒരു അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീടാണ്. പക്ഷെ എങ്ങനെ പാമ്പുകൾ വീടിനുള്ളിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതിനെ പറ്റി ആൾക്കാർക്ക് സംശയമുണ്ടാകാം. പലതരത്തിലുള്ള എൻട്രി പോയിന്റ്സ് ഉണ്ടാകാം. വാതിൽ തുറന്നു കിടന്ന സമയത്ത് വാതിലിനുള്ളിലൂടെ പ്രവേശിച്ചതാകാം. വാതിലിന്റെ മുൻവാതിലിന്റെയും പിൻവാതിലിന്റെയും ഒക്കെ, വാതിൽ അടച്ചാലും വാതിലിന്റെ താഴെ ഉണ്ടാകാൻ സാധ്യതയുള്ള വിടവുണ്ടെങ്കിൽ ആ വിടവിലൂടെ പ്രവേശിച്ചതാകാം. വീട്ടിൽ അലങ്കാര ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് വള്ളിച്ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുവഴി കയറി വീടിനുള്ളിലേക്ക് പ്രവേശിച്ചതാകാം. ഇപ്പം ബോഗൻവില്ലയോ അല്ലെങ്കിൽ മണി പ്ലാന്റോ മുന്തിരിവള്ളിയോ അത്തരത്തിലുള്ള വള്ളിച്ചെടികളിലൂടെ പാമ്പ് ഉള്ളിലേക്ക് പ്രവേശിച്ചതാകാം. അത്തരം എൻട്രി പോയിന്റ്സ് ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ്. പെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പൂച്ചയോ അതുപോലുള്ള ജീവികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് കറങ്ങി നടന്നിട്ട് പുറത്തുള്ള പാമ്പും കുഞ്ഞുങ്ങളെ ജീവനോടെ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരാനോ അത് കിടപ്പുമുറിയിലേക്ക് എത്തിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ജീവികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടുകളാണെന്നുണ്ടെങ്കിൽ പക്ഷികളുടെ സാന്നിധ്യം പാമ്പുകളെ അട്രാക്ട് ചെയ്യും. അതായത് പക്ഷികളെ പിടികൂടി ആഹാരമാക്കുന്ന മൂർഖം പാമ്പ് പോലുള്ള പാമ്പുകൾ, അല്ലെങ്കിൽ പക്ഷികളുടെ മുട്ടയെടുത്ത് ഭക്ഷിക്കുന്ന പാമ്പുകൾ, അവയൊക്കെ ആ പ്രദേശത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ലവ് ബേർഡ്സിനെയൊക്കെ വളർത്തുന്ന വീടുകളിൽ പ്രത്യേകം ഒരു ശ്രദ്ധയും കരുതലും വേണം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഗതി, കുഞ്ഞു പാമ്പുകൾക്ക് വിഷമുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. അതായത് മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ വിഷത്തിന്റെ വീര്യം കുഞ്ഞു പാമ്പുകൾക്കും ഉണ്ടാകും. വിഷത്തിന്റെ അളവ് കുറവായിരിക്കും, പക്ഷേ വെനം ഇന്റൻസിറ്റി അല്ലെങ്കിൽ വെനം പൊട്ടൻസി മുതിർന്ന പാമ്പുകളെ പോലെയോ അല്ലെങ്കിൽ മുതിർന്ന പാമ്പുകളെക്കാൾ കൂടുതലോ കുഞ്ഞു പാമ്പുകൾക്കും ഉണ്ടാകും. കടിയേറ്റാൽ വളരെ അപകടകരമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഒരു കുഞ്ഞു പാമ്പിനെ കണ്ടു, ആ പ്രദേശത്ത് പാമ്പുകളെ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഒരാൾ പരിശോധന നടത്തുന്നത് വളരെ അപകടകരമാണ്. കാരണം ഒരു കുഞ്ഞു പാമ്പിനെ കണ്ട സ്ഥലത്ത് ഒന്നിലധികം കുഞ്ഞു പാമ്പുകൾ ഉണ്ടായേക്കാം. പാമ്പുകളെ കൈകാര്യം ചെയ്ത് ശീലമുള്ള, ഇക്കാര്യത്തിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള പരിചയസമ്പന്നരായ ആൾക്കാരെ വിളിച്ച് അവരുടെ സേവനം ഉപയോഗപ്പെടുത്തി മാത്രം ഇത്തരം പരിശോധനകൾ നടത്തുക. സ്വന്തമായി പരിശോധിക്കാൻ നിൽക്കരുത്, അത് അപകടകരമാണ്. വീടിനുള്ളിലോ വീടിന്റെ പരിസരത്തോ പാമ്പും കുഞ്ഞുങ്ങളെയോ മുതിർന്ന പാമ്പുകളെയോ ഒക്കെ കാണുന്ന സാഹചര്യങ്ങളിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും സർപ്പ വോളണ്ടിയേഴ്സ് ഉണ്ട്. വനംവകുപ്പിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച ആൾക്കാരാണ്. നിയമപരമായി പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി അതിന് അനുയോജ്യമായ സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്നതിന് അനുമതി വനംവകുപ്പ് നൽകിയിട്ടുള്ള ആൾക്കാരാണ്. അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിൽ ഏകദേശം 3600-ൽ പരം ഇത്തരത്തിൽ പരിശീലനം സിദ്ധിച്ച സർപ്പ വോളണ്ടിയർമാരുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരല്ലാത്ത പൊതുജനങ്ങളും വനിതകളും ഒക്കെ ഉണ്ട്. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇത്തരത്തിൽ പാമ്പുകളെ കണ്ട കാര്യം റിപ്പോർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സർപ്പ വോളണ്ടിയേഴ്സിന്റെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിട്ട് നേരിട്ട് അവരെ വിളിച്ചിട്ട് വേണമെങ്കിലും അവരുടെ സേവനം ലഭ്യമാക്കാവുന്നതാണ്. ഈ ഒരു വേനൽക്കാലത്ത് പാമ്പുകളിൽ നിന്നുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ എല്ലാവരും വളരെ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക.